പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വലിയ പ്രത്യാശയോർത്ത്, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് നൽകുന്ന വാഗ്ദാനങ്ങള്, പ്രതിഫലങ്ങൾ സ്വീകരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ചും കർത്താവെ, ഈ ദിവസങ്ങളില് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ വലിയ കരുണയും രക്ഷാകര പ്രവൃത്തികളും സ്വന്തമാക്കുന്ന ഇന്നൊപകാലത്തില് അങ്ങയുടെ വാഗ്ദാനങ്ങള്, അങ്ങ് നൽകുന്ന രക്ഷ, അങ്ങ് നൽകുന്ന വിജയം, അങ്ങ് നൽകുന്ന എല്ലാ കൃപകളും സ്വീകരിക്കുവാൻ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഇവരുടെ മക്കളെ സമർപ്പിക്കുന്നു. എല്ലാ മക്കളുടെയും വ്യത്യസ്തങ്ങളായ പ്രാർത്ഥന നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. എന്നും മുടങ്ങാതെ ഈ പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകട്ടെ. അങ്ങയുടെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടട്ടെ. അങ്ങയുടെ ശക്തി പ്രകടമാക്കപ്പെടട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ഉന്നതമായ അഭിഷേകത്തിൽ നിറഞ്ഞപ്പെട്ട് സ്വർഗത്തിന്റെ സഹായത്തില് പരീക്ഷ എഴുതട്ടെ, വിജയം കൈവരിക്കട്ടെ. അവർക്ക് അങ്ങയുടെ മക്കളുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. അവരത് സ്വീകരിക്കാനും കാണാനും അനുഭവിക്കാനും ഇടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും ഈ പ്രാർത്ഥനയിലേക്ക് അച്ഛൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ധ്യാനമൊക്കെ അവസാനിച്ചു. പ്രത്യേകിച്ചും ഒത്തിരി സന്തോഷത്തോടെ വന്ന മക്കളൊക്കെ തിരിച്ചു പോകാൻ ദൈവമിടയാക്കി. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് നൽകുന്ന വലിയ വചനം പ്രഭാഷണ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനമാണ്. അവിടെ കർത്താവ് പറയാണ്, കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തനാശരായിട്ടുള്ളത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവിനെ ആശ്രയിച്ചിട്ട്, കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് കർത്താവിന്റെ ഭക്തര് ആരാണ് പരിത്യക്തരായത്? ആരാണ് ഭക്തനാശരായത്? ആരാണ് പരിത്യജിക്കപ്പെട്ടത്? അത് ചോദ്യം എന്ന് പറഞ്ഞാൽ കർത്താവ് തറപ്പിച്ചു പറയാ, കർത്താവിന്റെ ഭക്തര് ഒരിക്കലും നിരാശപ്പെട്ട്. എന്നിട്ട് കർത്താവ് പറയാ, കഴിഞ്ഞ തലമുറകളെ പരിശോധിക്കാൻ. കഴിഞ്ഞ തലമുറകളില് കർത്താവിനെ ആശ്രയിച്ച് ജീവിച്ചിട്ട്, കർത്താവിൽ ഭക്തി അർപ്പിച്ചിട്ട്, കർത്താവിനെ വിളിച്ച് സഹായം അപേക്ഷിച്ചിട്ട് ആരെങ്കിലും ഭക്തനാശരായിട്ടുണ്ടോ, പരിത്യജിക്കപ്പെട്ടിട്ടുണ്ടോ, അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ കർത്താവ് വെല്ലുവിളിക്കുക. അതിന്റെ അർത്ഥം എന്താ മക്കളെ? കർത്താവ് ഉറപ്പാ. കർത്താവിനെ ആശ്രയിച്ചാൽ ആരും ഭക്തനാശരാവത്തില്ല. പക്ഷെ ചില ആളുകള് ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവിനെ ആശ്രയിക്കുന്നവരാണ്. അതൊരു പ്രശ്നമാണ്. അത് പ്രശ്നമാണ്. ഏതവസ്ഥയിലും കർത്താവിനെ ആശ്രയിക്കുക, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, കർത്താവുമായുള്ള ഭക്തി ഒരിക്കലും കളയാതിരിക്കുക. അങ്ങനെ നിരന്തരമായിട്ട്. ഇന്ന് ചില പിള്ളേരുകളൊക്കെ, ചില ആളുകളൊക്കെ ഒരു ജോലിക്ക് വേണ്ടി, ഒരു പരീക്ഷയ്ക്ക് വേണ്ടി കർത്താവിനെ ആശ്രയിക്കും. അത് കഴിഞ്ഞപ്പോ ജപ തോറ്റുപോയി, അതോടുകൂടി ആശ്രയം വിട്ടു, പ്രാർത്ഥന വിട്ടു. അതല്ല, കർത്താവിനെ ആശ്രയിച്ച് നിൽക്കണം. ഇപ്പൊ ആരോഗ്യമുള്ളപ്പോഴും കർത്താവിനെ ആശ്രയിക്കണം, സമ്പത്തുള്ളപ്പോഴും കർത്താവിനെ ആശ്രയിക്കണം, രോഗമുള്ളപ്പോഴും കർത്താവിനെ ആശ്രയിക്കണം, പരീക്ഷാ സമയത്തും കർത്താവിനെ ആശ്രയിക്കണം, പരീക്ഷയില്ലാത്ത സമയത്തും കർത്താവിനെ ആശ്രയിക്കണം. എപ്പോഴും എല്ലായ്പ്പോഴും കർത്താവിനെ ആശ്രയിച്ച്, കർത്താവിനെ വിളിച്ചപേക്ഷിച്ച്, കർത്താവുമായുള്ള ഭക്തി, കർത്താവിന്റെ ഭക്തര് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, കൂദാശ, വിശുദ്ധ ജീവിതം, വചനാധിഷ്ഠിത ജീവിതം, അങ്ങനെ ജീവിക്കുന്ന മക്കൾ ഒരിക്കലും, ചരിത്രം പഠിച്ചോ, തലമുറകളെ പരിശോധിച്ചോ, ഒരിക്കൽ പോലും ഭക്തനാശരായ, അവഗണിക്കപ്പെട്ട, പരിത്യക്തമാക്കപ്പെട്ട ഒരു സംഭവം കേട്ടിട്ടില്ല. അതുകൊണ്ട് മക്കളെ, ഈ ലോകത്തിൽ വേറെ ആരെ ആശ്രയിച്ചാലും, വേറെ എന്തിനെ ആശ്രയിച്ചാലും നമ്മൾ ഭക്തനാശരാകും. സത്യമല്ലേ? ആളുകളെ ആശ്രയിച്ചു പോയ മക്കള് എവിടം വരെ പോയിട്ടുണ്ട്?
സമ്പത്തിനെ ആശ്രയിച്ചു പോയ മക്കള് എവിടം വരെ പോയിട്ടുണ്ട്? സൗന്ദര്യത്തെ, ആരോഗ്യത്തെ, അധിക നേട്ടങ്ങളെ, സ്ഥാനമാനങ്ങളെ, അംഗീകാരങ്ങളെ ആശ്രയിച്ച് അതിന്റെ പിന്നാലെ പോയ, അല്ലെങ്കിൽ അന്യ ദൈവങ്ങളെ ആരാധിച്ച് അതിനെ പൂജിച്ച് ചാത്തൻ സേവ, കൂടോത്രം, മന്ത്രവാദം, ക്ഷുദ്രപ്രവൃത്തി, കൗൺസിലേഴ്സ്, ചില കർത്താവിനെ വിട്ടിരിക്കുന്ന പ്രാർത്ഥനക്കാരുണ്ട്. ആഭിചാരം ചെയ്ത് പിശാചിനെ ഉപയോഗിച്ച് പ്രാർത്ഥന നടത്തുന്ന, കർമ്മങ്ങൾ ചെയ്യുന്ന, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒത്തിരി പേര് ഇന്ന് ഈ സമൂഹത്തിലുണ്ട്. കൂദാശയില്ല, പ്രാർത്ഥനയില്ല, ജപമാലയില്ല, കർത്താവിനെ വിട്ടുപേക്ഷിച്ച പിശാചിനെ മാത്രം വിളിച്ചു വരുത്തിക്കൊണ്ട് ജീവിക്കുന്ന അനേക അവരെ പിന്നാലെ ഇഷ്ടം പോലെ പേരുണ്ട്. ഈ കറൂറ്റി പോലും ഒരുത്തൻ അങ്ങനെ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവന്റെ പിന്നാലെ അനേകം പേര്, എംപറർ ഇമ്മാനുവൽ, അങ്ങനെ പല സ്ഥലങ്ങളിൽ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ധ്യാനത്തിൽ നിന്നിപ്പോ പറയായിരുന്നു, ആ എംപറർ ഇമ്മാനുവലിന്റെ സിയോൺ ടീമുകള് അവിടെ 2 ആത്മഹത്യ നടന്ന വീട്ടില്. അപ്പോഴേക്കും അവിടെ കയറി ചെന്നു, അവരെ സഹായിക്കുന്നു, അവരെ ധ്യാനത്തിന് കൊണ്ടുവന്നു. പിന്നെ അവിടെ പിടിച്ചു കെട്ടിയിട്ട പോലെ ഒരു അവസ്ഥ വരുന്നു. പിന്നെ ഒരു കണക്കിന് അവർ പറയും, ഒരു കണക്കിന് രക്ഷപ്പെട്ടു പോകുന്ന വെച്ചാ അവർ സഭയ്ക്കെതിരെ, വിശുദ്ധ കുർബാനയ്ക്കെതിരെ, മാതാവിനെതിരെ ഒക്കെ പറയുന്നു. പക്ഷെ അവരിൽ എന്തൊക്കെയോ ഉണ്ട്. ഒരു അധോലോകത്തെന്ന പോലെ ഞങ്ങൾ പിടിച്ചുകൊണ്ടുപോയി ഒരു കണക്കിന് രക്ഷപ്പെട്ടു പോകുന്നു പറയാം. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഒത്തിരി പൈശാചിക ഗ്രൂപ്പുകളുണ്ട്, വ്യക്തികളുണ്ട്, കൗൺസിലേഴ്സ്, പ്രാർത്ഥനക്കാര് വീട്ടിൽ കയറി വന്ന് പ്രാർത്ഥിക്കും, അത് കുഴിച്ചെടുക്കുന്നു. അവരൊന്നും ആശ്രയിച്ചിട്ട് കാര്യമില്ല. സത്യദൈവമായ യേശു ക്രിസ്തുവിനെ, ഏക സത്യദൈവത്തെ, വെളിപ്പെടുത്തപ്പെട്ട് കൂദാശയിലൂടെ നമുക്ക് നൽകപ്പെട്ട കർത്താവിനെ ആശ്രയിച്ച് കർത്താവിൽ ചരണപ്പെട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിച്ച ഒരുവനും പരിത്യജിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ പോയ അനേകം പേര് നശിച്ച് തകർന്ന് പിശാചിനാൽ തകർക്കപ്പെട്ട നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് അനുഭവങ്ങള് പറഞ്ഞ തീരാത്തത്രം അച്ഛനുണ്ട്. മക്കളെ, കർത്താവിനെ ആശ്രയിക്കുക, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, ദൈവഭക്തിയില് എന്നും ഉറച്ചു നിൽക്കുക. അതിന് നൽകപ്പെട്ട കൂദാശകള്, ജപമാല, ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന, കുംഭസാരം നമ്മൾ അതുപോലെ ഉപയോഗിക്കാം. ഇത് വിട്ടിട്ടുള്ള മറ്റു പരിപാടികൾക്ക് പോയാൽ, മറ്റ് എന്തിനെ ആശ്രയിച്ചാലും നമ്മൾ നശിച്ചു പോകും, തകർന്നു പോകും, പിശാച് കീഴ്പ്പെടുത്തി കളയും. അതുകൊണ്ട് മക്കളെ, ഈ വചനം പ്രഭാഷണം 2:10 വീണ്ടും വീണ്ടും വായിക്കുക, തലമുറകളെ പരിശോധിക്കുക, കർത്താവിനെ ആശ്രയിച്ചിട്ട്, കർത്താവുമായുള്ള ഭക്തിയിൽ ജീവിച്ചിട്ട്, കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരും ഭക്തനാശരായിട്ടില്ല, ആരും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല, ആരും പരിത്യജിക്കപ്പെട്ടിട്ടില്ല. കർത്താവിന്റെ വാഗ്ദാനമാണ്. അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ ആശ്രയിക്കാം, കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം, കർത്താവുമായുള്ള ബന്ധത്തിലും ഭക്തിയിലും, പ്രാർത്ഥന, കൂദാശ, ഭക്തിയില് നമുക്ക് ഉറച്ചു നിൽക്കാം. അനുഗ്രഹിക്കും, ഉറപ്പാണ്. കർത്താവ് നിങ്ങൾക്ക് ഈ ഒരു വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും പരസ്പരം പ്രാർത്ഥിക്കാം. നോമ്പുകാലത്തിന്റെ ചൈതന്യത്തില് വചനം ധ്യാനിക്കാനും, ഉദാസികൾ പരിക്രമം ചെയ്യാനും, വിശ്വാസം ആഴപ്പെടുത്താനും, ദൈവഭക്തിയിൽ വളരാനും, കർത്താവിനെ വിളിച്ചപേക്ഷിക്കാനും, അങ്ങനെ എല്ലാറ്റിലും, നമ്മുടെ പരീക്ഷ, മക്കളുടെ പരീക്ഷയിലും, ജോലിയിലും, ബിസിനസ്സിലും, എല്ലാത്തിലും അനുഗ്രഹം പ്രാപിക്കാനും നമുക്ക് ഇടയാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഓരോ ദിവസവും അങ്ങയുടെ മക്കളായി ഞങ്ങളെ അങ്ങയുള്ള വിശ്വാസത്തിലേക്കും അങ്ങയിലുള്ള ഭക്തിയിലേക്കും അങ്ങയെ വിളിച്ചപേക്ഷിച്ചാല് അനുഗ്രഹം പ്രാപിക്കുമെന്നുള്ള ഉറപ്പിലേക്ക് നയിച്ചുകൊണ്ട് വലിയ വാഗ്ദാനങ്ങൾ നൽകി അങ്ങ് ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദിവ്യകാരുണ്യമായ ഈശോയെ, ഈ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണല്ലോ ദിവ്യകാരുണ്യം, അങ്ങയുടെ സാന്നിധ്യം. കർത്താവ്, അങ്ങയുടെ സാന്നിധ്യത്തില് വളായിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇവരായിരിക്കുന്ന വീട്, വാഹനം, ജോലി സ്ഥലം എവിടെയൊക്കെ ആയിരുന്നു കൊണ്ടാണോ ഈ ശുശ്രൂഷയിൽ ഈ മക്കൾ പങ്കുചേരുന്നത്, അവിടേക്കൊക്കെ അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ. അങ്ങെന്ന് പറഞ്ഞില്ലേ, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? കർത്താവിന്റെ ഭക്തര് ആരാണ് പരിത്യക്തരായിട്ടുള്ളത്? കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് കർത്താവ് ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഞങ്ങളിൽ പൂർത്തീകരിക്കപ്പെടട്ടെ. അങ്ങയുടെ മക്കൾക്ക് അത് കാണാനിടയാകട്ടെ. ഇവിടെ കുടുംബത്തില്, ജീവിതത്തില്, മക്കളില്, പഠനത്തില്, സാമ്പത്തിക മേഖലയില് കർത്താവേ, ഒരിക്കലും ഭഗ്നാശരാകാൻ ഇടയാകാത്ത വിധം
കർത്താവെ പരിത്യക്തരാകാൻ ഇടയാകാത്ത വിധത്തില് അങ്ങയുടെ ശക്തമായ പ്രവൃത്തികൾ അനുഭവിക്കാൻ അങ്ങയുടെ മക്കൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ അഭിഷേകത്താല് അങ്ങയുടെ മക്കൾ നിറയ്ക്കണമേ കർത്താവ്. ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളും ആശീർവദിക്കപ്പെടട്ടെ. ഇത് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കള് എപ്പോഴും അങ്ങിൽ ആശ്രയിക്കട്ടെ. അങ്ങയുമായുള്ള ഭക്തിയില്, പ്രാർത്ഥനയില്, ഉദാശയില്, ദേവാലയ ബന്ധത്തില്, ദിവ്യകാരുണ്യ ബന്ധത്തില്, പരിശുദ്ധമ്മ ബന്ധത്തില്, ജപമാല ബന്ധത്തില്, ദിവ്യകാരുണ്യത്തിന്റെ ശക്തമായ സംരക്ഷണത്തില് എപ്പോഴുമായിരിക്കാൻ ഇടയാകട്ടെ. എന്തു വന്നാലും ഈശോയെ അങ്ങയുടെ മക്കള് ഞങ്ങളുടെ മക്കള് അങ്ങയെ വിളിച്ചപേക്ഷിക്കട്ടെ. അങ്ങയെ വിളിച്ചപേക്ഷിക്കട്ടെ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ആഴമായ ബന്ധം വർദ്ധിപ്പിക്കണമേ. അത് കർത്താവെ അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾക്കും അനുഭവ്യമാക്കി തരണമേ കർത്താവ്. ഈ മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും അങ്ങയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുദിനമുള്ള ഈ പ്രാർത്ഥനയില് സ്വയം പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിലേക്ക് മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ഇവർ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന വീടുകളെ, സ്ഥലങ്ങളെ, ഇടങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ വാഗ്ദാനം എല്ലാം അനുഭവിക്കുവാൻ ഈ മക്കൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കാർമൽ ധ്യാന കേന്ദ്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥിച്ച മക്കളെ ഞങ്ങളുടെ ദിവ്യകാരുണ്യ ജപമാല പ്രദക്ഷിണങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിലേക്ക് വന്നുപോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തെ സാമ്പത്തികമായിട്ട് ശുശ്രൂഷകളിൽ സഹായിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ധ്യാനത്തില് അടുക്കള മുതൽ അൾത്താര വരെ ശുശ്രൂഷ ചെയ്യുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയ മിനിസ്ട്രിയില് സഹായിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് നന്ദി പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി സഹായിക്കുന്ന, സഹകരിക്കുന്ന, ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയെ വളർത്തണമേ, അനേകായിരങ്ങളിലേക്ക്, ലക്ഷങ്ങളിലേക്ക് എത്തിക്കണമേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് എപ്പോഴും അങ്ങയിൽ ആശ്രയിച്ച് അത് സ്വന്തമാക്കാനും സ്വീകരിക്കാനുമുള്ള വലിയ കൃപ, ഈ ആശീർവാദം അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. അങ്ങയുടെ മക്കള് അങ്ങയിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും കൃപകളും സ്വീകരിക്കട്ടെ. വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടട്ടെ. സ്വയം നന്ദി, സ്വയ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ നന്ദി പറയാണ്. ഒരുമയോടെ മുടങ്ങാതെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. നാളെ നമുക്ക് വീണ്ടും ഒരുമിച്ച് ചേരാം. കർത്താവിന് മുമ്പിൽ മുടങ്ങാതെ, തീഷ്ണതയോടെ, വലിയ ദാഹത്തോടെ, വിശ്വാസത്തോടെ, ശരണത്തോടെ, ദൈവഭക്തിയിൽ ആഴപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കും. ഈ വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് കർത്താവ് നിറവേറ്റി തരും. പ്രതിഫലം കർത്താവ് തരും. നമ്മൾ ഒരിക്കലും പകനാശനാകേണ്ടി വരത്തില്ല. കർത്താവിന്റെ മക്കൾ ഒരിക്കലും പരിത്യക്തരാവുകയുമില്ല. ഈശോ അനുഗ്രഹിക്കട്ടെ.